ഹലോ സുഹൃത്തുക്കളെ, എങ്ങനെ നമ്മുടെ ചപ്രുവേട്ടൻ്റെ വിളയാട്ടം അടുത്തയിലും തുടങ്ങുകയാണ്. സുഹൃത്തുക്കളെ, എങ്ങനെ നമ്മുടെ ചപ്രുവേട്ടൻ സുഖിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒപ്പോണൻറ്റിനെ കിട്ടിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ കുട്ടേട്ടൻ്റെ അടുത്തിട്ടാണ് കളിക്കേണ്ടത്. സുഹൃത്തുക്കളെ, കുട്ടേട്ടൻ വീണ്ടും നമ്മുടെ അടുത്ത് അടിക്കാൻ വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് ഇനി കുട്ടേട്ടനെ കാണിച്ചു കൊടുക്കണം ചപ്രുവേട്ടൻ ആരാണെന്ന്. സുഹൃത്തുക്കളെ, അങ്ങനെ ബാറ്റിൽ ഗ്രൗണ്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യുദ്ധഭൂമി തിരിച്ചു വന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഫൈറ്റ് തുടങ്ങാറായിരിക്കുന്നു. നമുക്ക് കുട്ടേട്ടനെ ഇന്ന് അലക്കണം. സുഹൃത്തുക്കളെ, കൂട്ടേട്ടനെ ആദ്യം തന്നെ അടിച്ച് കുത്തി വേട്ടിയാറിഞ്ഞ് ഒറ്റയാടി. സുഹൃത്തുക്കളെ, കുട്ടേട്ടൻ കണ്ടുകൊണ്ട് ഈ കളിയിലും തോക്കും. കുട്ടേട്ടൻ അങ്ങനെ വെട്ടുകയാണ്. സുഹൃത്തുക്കളെ, കുട്ടേട്ടൻ മലത്തി അടിച്ചു. സുഹൃത്തുക്കളെ, നമ്മൾ വിടാതെ കുട്ടേട്ടനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടി ഇപ്പോൾ ഷാഡോ സ്ട്രൈക്ക് പവർ ഉപയോഗിച്ച് കുട്ടേട്ടനെ വെട്ടാൻ നോക്കിയപ്പോൾ ഒന്നും നടന്നില്ല. സുഹൃത്തുക്കളെ, ഷാഡോ പവർ ഉപയോഗിച്ചിട്ട് ഒന്നും നടന്നില്ല. സുഹൃത്തുക്കളെ, കുട്ടേട്ടനെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടേട്ടൻ അങ്ങനെ നമ്മളെ അടിക്കാൻ നോക്കുന്നു. ഇപ്പൊ കുട്ടേട്ടൻ്റെ കഥ തീരും. സുഹൃത്തുക്കളെ, കുട്ടേട്ടനെ ഒരു അടി കൊടുത്താൽ അത് കുട്ടേട്ടൻ ഇപ്പം തീരുമാ. സുഹൃത്തുക്കളെ, അങ്ങനെ കുട്ടേട്ടനെ വാരി എറിഞ്ഞുകൊണ്ട് നമ്മുടെ ചപ്രുവേട്ടൻ ജയിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പിന്നെ അതേപോലത്തെ ലോഗോ എന്നെ കാണിക്കുന്നു. ഈ ലോഗോ എത്ര ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് എന്താണിത്? എന്താണ്? സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട്. സുഹൃത്തുക്കളെ, കൃതപ്പോൾ കളിക്കാൻ പോവുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഊതുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ചപ്രുവേട്ടൻ പിന്നെ തുടങ്ങിയിട്ടുണ്ട് കുട്ടേട്ടനായിട്ട് അലക്കൽ. സുഹൃത്തുക്കളെ, കൂട്ടേട്ടനെ വേട്ടി ചപ്രുവേട്ടൻ കീടിലുമായിട്ട് ഇടിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ചപ്രുവേട്ടൻ നല്ല ഫോമിലാണ്. കുട്ടേട്ടൻ ഷാഡോ പവർ ഇട്ടിട്ട് നമ്മൾ വെട്ടി. സുഹൃത്തുക്കളെ, കുട്ടേട്ടൻ ഇപ്പോൾ ഒരു കഴിവുമില്ല. സുഹൃത്തുക്കളെ, ചപ്രുവേട്ടൻ ഇപ്പോൾ കിടിലമാണ്. ചപ്രുവേട്ടനാണ് ഇപ്പോൾ ബെസ്റ്റ്. അങ്ങനെ ചപ്രുവേട്ടൻ കുട്ടേട്ടനെ മലത്തി അടിച്ചു. പെർഫെക്റ്റ്. അപ്പോൾ ശരി എന്നാ പെർഫെക്റ്റ് സിമ്പലും കിട്ടി. അങ്ങനെ സുഹൃത്തുക്കളെ, നമുക്ക് എന്തൊക്കെയോ ഇത് വന്നിട്ടുണ്ട്. ആഡ് പോലത്തെ സംതിങ് എന്തൊക്കെയോ അങ്ങനെ സംതിങ് ആഡ് എന്ന് പറഞ്ഞാൽ കോയിൻസ് ഒക്കെ കിട്ടുന്നതാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലോഡ് ആവുന്നുണ്ട്. സുഹൃത്തുക്കളെ, എങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ ഏപ്രിൽ മാസമാണ്. സുഹൃത്തുക്കളെ, ഇത് ഇങ്ങനെ പേര് ഏപ്രിൽ എന്നെങ്ങനെയായി? ഇത് ഏപ്രിൽ മാസമല്ല ഞാൻ കളിക്കുന്നത്. സുഹൃത്തുക്കളെ, എങ്ങനെ നമ്മൾ പാസ്സൊക്കെ ക്ലെയിം ചെയ്തൊരു ഹൃദയം കിട്ടിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആരെയോ ഹൃദയമാണ്. സുഹൃത്തുക്കളെ, അത് അങ്ങനെ നമ്മുടെ ചപ്രുവേട്ടൻ്റെ ലെവലപ്പായി. ചപ്രുവേട്ടൻ വലിയൊരാളായിരിക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ഒക്കെ കൊടുത്ത് നടക്കുമ്പോൾ നമ്മുടെ ചപ്രുവേട്ടൻ കിടിലമായിട്ടിരിക്കുകയാണ്. ചപ്രുവേട്ടൻ്റെ ഓരോ വിളയാട്ടങ്ങൾ. സുഹൃത്തുക്കളെ, ചപ്രുവേട്ടൻ സുഹൃത്തുക്കളെ, ചപ്രുവേട്ടൻ എന്തൊക്കെയോ റാങ്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ 100 രൂപയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പുള്ളിക്ക് 100 രൂപയ്ക്ക് റാങ്കപ്പ് ചെയ്തതിന് അങ്ങനെ ഒരു നന്ദിയും കാണിക്കാതെ പിന്നെ ലെവലപ്പ് എന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, പുള്ളിക്ക് നമ്മളെയൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ പുള്ളി ചുമ്മാ കിടന്ന് ഷോ കാണിക്കുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ അറേനയുടെ പുതിയ കാര്യം ഫ്രണ്ടിൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. കണ്ടോ ഗൈസ്, പുതിയ ലോഗോയൊക്കെ പഴയ ലോഗോ മാറ്റി. സുഹൃത്തുക്കളെ, 1937 MB ആണ്. സുഹൃത്തുക്കളെ, ചെയ്ത് കളയ. സുഹൃത്തുക്കളെ, കയ്യിൽ നെറ്റൊക്കെ കുറേ ഉണ്ട്. അയ്യോ, കിടിലമാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിയാറാൻ ഇനി കുറേ സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കയറിക്കൊണ്ടിരിക്കുന്ന. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് കയറിക്കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, സെക്കൻഡാമത്തെ എബിലിറ്റി എത്തിയതേ ഉള്ളൂ. ഇനിയും ഉണ്ട് മൊത്തം 1932 MB ആണ്. പിന്നെ അടുത്ത സുഹൃത്തുക്കളെ, അങ്ങനെ അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കൊരു കാര്യം ചെയ്യും, ഇതൊക്കെ ഫുള്ളായിട്ട് വരാം. അപ്പോൾ ശരി എന്നാ. 2000 years later. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ കുറേ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഡൗൺലോഡിങ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഡൗൺലോഡിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാഡോ സ്ട്രൈക്കറിൻ്റെ മുഖം ഒന്നുകൂടെ കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് തുടങ്ങുന്നത്. സുഹൃത്തുക്കളെ, തുടക്കത്തിൽ തന്നെ ഒരു പെണ്ണുമ്പിള്ളേനെയും കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ പെണ്ണുമ്പിള്ള ആര്? സാത്താ സേവയാണോ? സുഹൃത്തുക്കളെ, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. മൊത്തം എന്തൊക്കെയോ വാരിത്തേച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ അണ്ണൻ 99 103 അപ്പോൾ കുട്ടേട്ട വളർന്നു. സുഹൃത്തുക്കളെ, എൻ്റെ അപ്ഗ്രേഡൊക്കെ പറയണത് നമുക്ക് അങ്ങ് മാറ്റാം. അങ്ങനെ എല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ ഫൈറ്റിലേക്ക് കടക്കാന്ന് വെച്ചപ്പോൾ വേറെ എന്തൊക്കെയോ കയറി വരുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ കയറി വരുന്നതെന്ന് സഹിക്കാതെ ഇൻഡ് ചെയ്ത് ഞാനൊരു വഴിയായിരിക്കുകയാണ്. അങ്ങനെ മാറ്റി അങ്ങനെ ഫൈറ്റിൻ്റെ ബട്ടണിൽ ഫൈനലായി ഞാൻ പിടിക്കാൻ തയ്യാറാവുമ്പോൾ അവിടെ എന്ത് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നു. സ്റ്റോറി ഒന്നും വേണ്ട സുഹൃത്തുക്കളെ, നമുക്ക് ഫൈറ്റ് തന്നെ ചെയ്യാം. സുഹൃത്തുക്കളെ, അതിന് മുമ്പ് നമുക്ക് സൈഡിൽ ഒരു കാര്യമുണ്ട്. ഇത് തന്നെ സുഹൃത്തുക്കളെ, ഇത് നമുക്ക് ക്ലെയിം ചെയ്യണം. അതിൽ പിരിക്കാൻ മതിയില്ല. സുഹൃത്തുക്കളെ, നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഒന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ,
എങ്ങനെ നോക്കുമ്പോൾ അവിടെ താഴെ ഒരു കാര്യമുണ്ട്, അതെടുക്കാൻ എനിക്ക് പറ്റുന്നേ ഇല്ല. കാരണം അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണ്ടല്ലോ സുഹൃത്തുക്കളെ വന്നത്, നമ്മളെ ചതിച്ചു. സുഹൃത്തുക്കളെ എങ്ങനെ നമ്മൾ ഫൈറ്റിലേക്ക് കടക്കുകയാണ്. അടുത്ത് നമ്മുടെ കൂടെ ഫൈറ്റിന് ആര് വരും? ഏവനാണ് നമ്മുടെ എതിരാളി, നമുക്ക് കണ്ടറിയാം. സുഹൃത്തുക്കളെ അങ്ങനെ നോക്കുമ്പോൾ അയ്യോ പാവം ചേച്ചി, നമ്മുടെ രമണി ഏട്ടിയാണ് നമ്മളെ അടിക്കാൻ വന്നിട്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ രമണി ചേച്ചി, സുഹൃത്തുക്കളെ രമണി ചേച്ചീനെ നമ്മുടെ ചപ്രുവേട്ടൻ ഇടിച്ചിടിച്ച് ഇന്നൊരു വഴിയാക്കുമെന്നാണ് തോന്നുന്നത്. രമണി ചേച്ചി തയ്യാറായിരുന്നോ? രമണി ചേച്ചീനെ ഇന്ന് അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തും. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ റൗണ്ട് 1 തുടങ്ങിയിരിക്കുകയാണ്. ചപ്രുവേട്ടൻ വേഴ്സസ് രമണി ചേച്ചി. ചേച്ചി സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. രമണി ചേച്ചിക്ക് പവർ. സുഹൃത്തുക്കളെ രമണി ചേച്ചിനെ നമ്മൾ അടിച്ച് വാരി എറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ അടിച്ചു തുടങ്ങി സുഹൃത്തുക്കളെ. അടിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു സുഹൃത്തുക്കളെ. ഷാഡോ എന്ന് ഇതിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഷാഡോ എടുത്ത് ഷാഡോ പോയി സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ രമണി ചേച്ചീനെ ഭയങ്കരമായിട്ട് നമ്മൾ ഇടിക്കുകയും അടിക്കുകയും ചെയ്യുകയാണ്. രമണി ചേച്ചി അവിടെ തീ കൊണ്ട് കത്തുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ രമണി ചേച്ചീനെ വെട്ടി വീഴ്ത്തിയിരിക്കുന്നു. നമ്മൾ കളി ജയിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മൾ ഇതുവരെ ഈ കളി തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കളിയെ പോലും തോറ്റിട്ടില്ല. അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയും. സുഹൃത്തുക്കളെ അങ്ങനെ നോക്കി നമ്മൾ പോകുമ്പോൾ അടുത്ത് തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ അടുത്ത് റൗണ്ട് 2. സുഹൃത്തുക്കളെ റൗണ്ട് 2 ജയിക്കും. എന്തായാലും ഞാനേ ജയിക്കും സുഹൃത്തുക്കളെ. ചപ്രുവേട്ടൻ തന്നെ ജയിക്കും. ചപ്രുവേട്ടൻ്റെ താണ്ഡവം സുഹൃത്തുക്കളെ. ചവിട്ട്. അവൾ ഇങ്ങോട്ട് ചവിട്ടുന്നു സുഹൃത്തുക്കളെ. നമ്മൾ പകുതി എളുപ്പം പോയി. ഷാഡോ എടുക്കും മോളൂസ്. അരിയുടെ ചപ്രുവേട്ടൻ അങ്ങനെ വളരെ കിടിലമായിട്ട് ഗംഭീരമായിട്ട് ഓരോ പ്രദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചപ്രുവേട്ടൻ ഷാഡോ എടുത്ത് ഒറ്റയടി തൂക്കിയെറിയുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ രമണി ചേച്ചീനെ തൂക്കിയെറിയുന്നു. അങ്ങനെ അടിച്ച് സുഹൃത്തുക്കളെ നമ്മളെ ഹെൽത്താണ് സുഹൃത്തുക്കളെ കുറെ പോണേ സുഹൃത്തുക്കളെ. അവരെങ്ങനെയെങ്കിലും കൊല്ലണം, അല്ലെങ്കിൽ നമ്മൾ അതിന് തീരുമാനമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ പതുക്കെ അവളെ തറയിട്ടു സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഈ കളി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് കാണാം ഇത് അവിടെ തന്നെ നിൽക്കുന്നു, സ്റ്റക്ക് ആവുന്നില്ല സുഹൃത്തുക്കളെ. അങ്ങനെ മാറിയപ്പോൾ നമ്മൾ ക്ലോസ് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഷെയർ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ, നമുക്ക് ക്ലോസ് ചെയ്യാനൊക്കെ കൊടുക്കാം സുഹൃത്തുക്കളെ. നമ്മൾ ക്ലെയിം കൊടുക്കുകയാണ് അടുത്ത്. അപ്പോഴത്തേക്കും ഷാഡോ ഫൈറ്റ് അറേനെ നേരി കാണിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ കയറി പോവുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ റീഗാർഡ് മെഡിറ്റേഷൻ സുഹൃത്തുക്കളെ. ഇതേത് പെണ്ണ് തടിയൻ സുഹൃത്തുക്കളെ. നമുക്ക് പേര് വയ്ക്കാം സന്തോഷ് സുഹൃത്തുക്കളെ. സന്തോഷ് ഏട്ടനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ തടിയനായിട്ട് കണ്ടത്. കിബോ അതേവനോ? കിബോയല്ല, ഓബ് കിക്ക് എന്നാണ് ഞാൻ വയ്ക്കുന്ന പേര് സുഹൃത്തുക്കളെ. ഈവൻ്റൊക്കെ ഓപ്പണായി കിടക്കുകയാണ്. അതൊക്കെ കയറി ചുമ്മാ ഒന്ന് നോക്കുകയാണ്. പിന്നെ അറേനയിൽ കയറി സുഹൃത്തുക്കളെ. അറേനയിൽ കയറിയപ്പോൾ നമുക്ക് അടുത്തൊരു സാധനം കിട്ടിയിരിക്കുകയാണ്. കിട്ടി. അപ്പോൾ 6th ആയി നമ്മുടെ ചപ്രുവേട്ടൻ്റെ സുഹൃത്തുക്കളെ. ചപ്രുവേട്ടന് 6 ആയി. പിന്നെ നമ്മൾ അങ്ങനെ പോവുകയാണ്. നമ്മൾ അങ്ങനെ മാറിയപ്പോൾ അടുത്ത ഫൈറ്റിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത ഫൈറ്റ് ഇപ്പോൾ തുടങ്ങാതായിരിക്കുന്നു. ഇപ്പോൾ ശരിയെന്ന സുഹൃത്തുക്കളെ, നമ്മൾ ഓപ്പോണന്റ് ഇപ്പോൾ എത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ അടുത്ത ഫൈറ്റിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് ക്ലിയോപാട്രനെയാണ് സുഹൃത്തുക്കളെ വീഴ്ത്തേണ്ടത്. എന്ത് സുന്ദരിയായ ക്ലിയോപാട്ര. ലവളെ ഇനിയിപ്പോൾ അടിക്കണമല്ലോ സുഹൃത്തുക്കളെ. നീ എന്തിനാണ് പെണ്ണും പുള്ള ഇങ്ങോട്ട് ഇപ്പം അടിക്കാൻ വരുന്നത്? മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നുകൂടായോ? ഇതൊക്കെ കട്ടണവൻ്റെ സുഹൃത്തുക്കളെ. പെണ്ണും പുള്ള ചുമ്മാ എൻ്റെ അടുത്ത് അടിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മളെ പവർ സുഹൃത്തുക്കളെ. അങ്ങനെ ആദ്യത്തെ ഷോട്ടിൽ തന്നെ വെട്ടിയറിഞ്ഞ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ നമ്മൾ ഭയങ്കരമായിട്ട് കോംബോ ആയിട്ടൊക്കെ വെട്ടുന്നു സുഹൃത്തുക്കളെ. നമുക്ക് ഈ ഷാഡോ ഗ്ലാൻസ് വന്നിട്ടുണ്ട്, നമുക്കത് വിധിക്കടിക്കും. അവർ തൂക്കിയടിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മൾ ഒന്നും മനസ്സിലാവുന്നത് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ നമ്മളെ തൂക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ സൈഡിലേക്കൊക്കെ നമ്മുടെ ചപ്രുവേട്ടനും പറ്റുന്നില്ല. നമ്മുടെ ക്ലിയോപാട്ര ചേച്ചീനെ വലിച്ചെറിയുകയാണ് സുഹൃത്തുക്കളെ. ചപ്രുവേട്ടൻ ക്ലിയോപാട്രനെ കൊല്ലുമെന്ന് വിചാരിച്ചിരുന്നപ്പോയോ അപ്പോൾ അറിയാം ക്ലിയോപാട്ര ചേച്ചിക്ക് പറന്നു വരാനുള്ള കഴിവുണ്ട് സുഹൃത്തുക്കളെ. ക്ലിയോപാട്ര ചേച്ചി വേറെ എവിടേക്ക് കൂടെ പറന്നു വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. ക്ലിയോപാട്ര ചേച്ചിനെ എങ്ങനെ ഇടിച്ച് വീഴ്ത്താന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയോപാട്ര ചേച്ചിക്ക് ഇനി ഇത്രയും കൂടെയുള്ള സുഹൃത്തുക്കളെ. ക്ലിയോപാട്ര ചേച്ചി നമ്മളെ കൊന്നു സുഹൃത്തുക്കളെ. കൊന്നില്ല സുഹൃത്തുക്കളെ. രണ്ടുപേരും ഒരേ സമനില സമനിലയായിരിക്കുന്നു. സുഹൃത്തുക്കളെ ഒള്ളി സമനില സുഹൃത്തുക്കളെ. സമനില ആയതുകൊണ്ട് തന്നെ ഇനി 2 റൗണ്ടും കൂടി കാണുന്നതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു.
അതങ്ങനെയാണ് സുഹൃത്തുക്കളെ. ക്ലിയോപാട്ര ചേച്ചി നമ്മളെ വെട്ടുകയാണ് സുഹൃത്തുക്കളെ. ക്ലിയോപാട്ര ചേച്ചി തോറ്റ് താ ചേച്ചി, വെട്ട് ക്ലിയോപാട്ര ചേച്ചി. സുഹൃത്തുക്കളെ അങ്ങനെ ക്ലിയോപാട്ര ചേച്ചിയുടെ വിളയാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയോപാട്ര ചേച്ചി ഇങ്ങോട്ട് കുറേ അടി തരുന്നു സുഹൃത്തുക്കളെ. തിരിച്ചൊന്നും അടിക്കാൻ പറ്റാതെ നമ്മുടെ ചപ്രുമായിട്ട് നാണിച്ച് നിൽക്കുകയാണ്. ചപ്രുമായിട്ട് നാണിച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല സുഹൃത്തുക്കളെ. നമുക്കിനി ആക്രമണം തുടങ്ങാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ കാണാൻ ക്ലിയോപാട്ര ചേച്ചി പിന്നെ അടിച്ചു സുഹൃത്തുക്കളെ. ക്ലിയോപാട്ര ചേച്ചി ഭയങ്കര പവറിൽ വന്നിരിക്കുകയാണ്. ക്ലിയോപാട്ര ചേച്ചി ആരില്ലേ? അയ്യോ സുഹൃത്തുക്കളെ, നമ്മളെ പൊട്ടിച്ചു കളഞ്ഞു ക്ലിയോപാട്ര ചേച്ചി. സുഹൃത്തുക്കളെ, ക്ലിയോപാട്ര ചേച്ചി അടുത്ത പ്രതികാരം വീട്ടേണ്ടിയിരിക്കുന്നു. അതിനായി നമ്മൾ നോക്കുന്ന വഴി റീമാച്ച്. സുഹൃത്തുക്കളെ, നമുക്ക് റീമാച്ച് അടിച്ച് ക്ലിയോപാട്ര ചേച്ചിനെ പ്രതികാരം വീഴ്ത്താം സുഹൃത്തുക്കളെ. പ്രതികാരം അത് വീഴ്ത്തേണ്ടത് തന്നെയാണ് എന്നൊക്കെയാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. അത് സത്യത അങ്ങനെയൊന്നും അല്ല. ആരും പ്രതികാരം ഒന്നും വീട്ടാൻ നിൽക്കേണ്ട, അവസാനം ഇടി വാങ്ങിച്ച് കൂട്ടും. അതാണ്. പക്ഷേ ഇത് ഗെയിമല്ലേ, ഇതിനകത്ത് ഇടി കിട്ടിയാൽ അതിനല്ലേ വാങ്ങിക്കൂ. പാവൻ ചപ്രുവേട്ടൻ. ചപ്രുവേട്ട ഒരടിയും കൂടെ വാങ്ങിച്ചാവണേ. സുഹൃത്തുക്കളിൽ ചപ്രുവേട്ടൻ എങ്ങനെ നമ്മുടെ ക്ലിയോപാട്ര ചേച്ചിയുടെ അടുത്ത മാച്ചിലേക്ക് തയ്യാറാവുകയാണ്. നമ്മളങ്ങനെ തയ്യാറാവുമ്പോൾ ബാറ്റിൽ ഗ്രൗണ്ട്, ഫീൽഡ് എല്ലാം തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ബാറ്റിൽ ഗ്രൗണ്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐസിക്കോ എന്നാണ് ഇവരുടെ പേർ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ ക്ലിയോപാട്ര ചേച്ചിയിലൂടെയുള്ള മത്സരം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫൈറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചു. നേരെ പോയി ബാറ്റ് സുഹൃത്തുക്കളെ. നമുക്ക് ഇന്ന് ക്ലിയോപാട്ര ചേച്ചിനെ ഇതിൽ നമുക്ക് തന്നെ ജയിക്കണം സുഹൃത്തുക്കളെ. ക്ലിയോപാട്ര ചേച്ചിനെ നമുക്ക് തന്നെ കൊല്ലണം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ക്ലിയോപാട്ര ചേച്ചിനെ വെട്ടാൻ നോക്കുകയാണ്. ക്ലിയോപാട്ര ചേച്ചിനെ അടിച്ച് സുഹൃത്തുക്കളെ, ക്ലിയോപാട്ര ചേച്ചിനെ മലത്തി അടിച്ചു സുഹൃത്തുക്കളെ. ക്ലിയോപാട്ര ചേച്ചിനെ ഈ പ്രാവശ്യം നമ്മൾ തന്നെ കൊല്ലും സുഹൃത്തുക്കളെ. ഇത് ഇന്ന് ഉറപ്പാണ് സുഹൃത്തുക്കളെ. എങ്ങനെയെങ്കിലും കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ക്ലിയോപാട്ര ചേച്ചി പിന്നെയും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ കൗണ്ടർ അറ്റാക്ക് മേളിൽ കൂടെയൊക്കെ ചെയ്യാൻ കഴിവേന സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ. അയ്യോ ക്ലിയോപാട്ര ചേച്ചി ഒറ്റ ചവിട്ട് നമ്മൾ തെറിച്ചു പോയി. ചരിച്ചൊക്കെ വെട്ടുന്ന സുഹൃത്തുക്കളെ. വിങ്സ് ഓഫ് ഫയർ പറന്നൊക്കെ വേണം സുഹൃത്തുക്കളെ. ഇനി ഇത്രയും കൂടെ നമുക്കുള്ളൂ. ആ ക്ലിയോപാട്ര ചേച്ചിക്കുള്ളൂ. ക്ലിയോപാട്ര ചേച്ചി ഭയങ്കര അടി. എൻ്റെ അമ്മോ, ക്ലിയോപാട്ര ചേച്ചി ഭയങ്കര പവേഴ്സൊക്കെ ഉപയോഗിച്ച് നമ്മളെ പൊട്ടിച്ച് കളഞ്ഞു സുഹൃത്തുക്കളെ. അയ്യോ, അങ്ങനെ നമ്മുടെ അധ്യായം ക്ലോസ് ആയി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളെ ക്ലിയോപാട്ര ചേച്ചി നമ്മളെ തോപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് രണ്ടാമത്തെ പ്രാവശ്യം തോപ്പിക്കുന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത കളി വിജയിച്ചിരിക്കും. ഉറപ്പ് സുഹൃത്തുക്കളെ. എങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങുകയാണ്. രണ്ടാമത്തെ റൗണ്ടിൽ ക്ലിയോപാട്ര ചേച്ചി ഭയങ്കര ഷോയും കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ചേട്ടൻ 2-3 ചവിട്ടങ്ങ് കൊടുത്തു. വെട്ട് മുകളിൽ കൂടെ വെട്ടു കറക്കിയെടുത്ത് കുത്തി എറിഞ്ഞ് അങ്ങനെ ഒരു അടി സുഹൃത്തുക്കളെ. നമ്മൾ അണ്ണനെ അടിയിൽ കൂടെ അടിക്കാനുള്ള പരിപാടിയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ താഴെ കൂടെ ഇടിച്ച് അങ്ങനെ ചവിട്ടി സുഹൃത്തുക്കളെ അങ്ങനെ വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ്. നമ്മൾ ഷാഡോ പവറിൽ നമ്മൾ കുത്തി എറിഞ്ഞു സുഹൃത്തുക്കളെ. ക്ലിയോപാട്ര ചേച്ചി ഈസ് നോ മോർ സുഹൃത്തുക്കളെ. അങ്ങനെ വലിയ കാര്യത്തിൽ ക്ലിയോപാട്ര ചേച്ചി വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു വെട്ട് കൊടുത്തങ്ങ് വീഴ്ത്താന്ന് വിചാരിച്ചിട്ട് നടന്നില്ല സുഹൃത്തുക്കളെ. ഹെൽത്ത് റീഗെയിൻ ആവുന്നു. പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ സുഹൃത്തുക്കളെ. അങ്ങനെ ക്ലിയോപാട്ര ചേച്ചി നമ്മുടെ കാൽക്കൽ വീണിരിക്കുന്നു. സുഹൃത്തുക്കളെ, റൗണ്ട് 3 കാണാൻ സാധ്യതയുണ്ട്. ഇത് ഡ്രോ ആയിരുന്നല്ലോ. റൗണ്ട് 3 ഉറപ്പായിട്ടും കാണും സുഹൃത്തുക്കളെ. ഇങ്ങനെ റൗണ്ട് 3 വരുമ്പോൾ നമ്മുടെ ചപ്രുവേട്ടനും നമ്മുടെ പുന്നേരെ ക്ലിയോപാട്ര ചേച്ചിയും പ്രണയത്തിലായി. പക്ഷേ പ്രണയത്തിലായെന്നും പറഞ്ഞ് കൊല്ലുന്നതെന്ന് നടത്തുന്നില്ല സുഹൃത്തുക്കളെ. തീയൊക്കെ കത്തുകയാണ്. പ്രണയത്തിന്റെ തീയാണ് സുഹൃത്തുക്കളെ കത്തുന്നത്. അങ്ങനെ ക്ലിയോപാട്ര ചേച്ചി ഇതെന്ത് മണ്ണാനി ഉരുണ്ട് കളിക്കാൻ. ഇതെന്താ, ഇത് ബാറ്റിൽ ഗ്രൗണ്ട് ആണോ അതാ? സുഹൃത്തുക്കളെ, മേളിലെന്തായാലും കാല് വന്ന് പിടിച്ചു കേട്ടോ ചേച്ചിയുടെ. ദൈവന്മാര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു സുഹൃത്തുക്കളെ. ആകാശത്തെന്നൊക്കെ പൊക്കി നിർത്തുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചേച്ചി ഭയങ്കര കളിയായിട്ട് നിൽക്കുകയാണ്. ചേച്ചി ഭയങ്കര കളിയായാലും നമ്മൾ അതിനേക്കാളും പുപ്പുലിയാണെന്നുള്ള കാര്യം ചേച്ചി അറിയിച്ചു കൊടുക്കാൻ നമ്മുടെ ചപ്രുവേട്ടൻ നോക്കുന്നു. ചപ്രുവേട്ടൻ വേർഡ്സ് ക്ലിയോപാട്ര ചേച്ചി. ചേച്ചിനെ അടിച്ചങ്ങ് കളയുകയാണ് സുഹൃത്തുക്കളെ. ഒറ്റയടി ഇറ്റയടി. അയ്യോ സുഹൃത്തുക്കളെ, എന്തായി ക്ലിയോപാട്രയ്ക്ക് ഇത്തരം പവർ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ പ്രതികാരം വീട്ടിയിരിക്കുകയാണ്. ക്ലിയോപാട്ര ചേച്ചി അങ്ങനെ ക്ലിയോപാട്ര ചേച്ചി കിളി പറഞ്ഞ ചേച്ചിയായി മാറി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ അടുത്ത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി സുഹൃത്തുക്കളെ.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ ഇതിൻ്റെ തേർഡ് പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും see you later, bye.